ഹലോ എന്തുട്ടാ പൊളിച്ചോണ്ടിരിക്കണേ? ഹലോ പറമ്മ. ഹലോ ഫോണല്ല ഹലോ ഇങ്ങനെ പറയാൻ. അപ്പൊ നമ്മൾ എവിടേക്ക് പോണ? ഞാൻ തിങ്കളാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട് എറണാകുളത്ത്. എറണാകുളത്ത്. അതെ, എറണാകുളത്ത് രാവിലെ പോവും, വൈകിട്ട് എത്തും. ഞാൻ ജോലിക്ക് പോകും. ഓക്കെ ബായ് പറയാൻ പറയട്ടെ. തിങ്കളാഴ്ച എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, അപ്പൊ അതിന് പോണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ പോണെന്ന് ദക്ഷിണല്ല അനീഷിന്റെ അടുത്ത്. പൊക്കോളൂ. എനിക്ക് മിക്സി നെരിയൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിക്കാൻ പോണം. ബൈ. ഈ ശാരദ ഇങ്ങനെയാണ് ഗൈസ്. എന്താ ചെയ്യാ? നന്നാക്കണം വല്ല ഐഡിയ പറഞ്ഞു തരണം ശാരദക്കില്ലേ? എന്താ കറിയമ്മ? കുറുമക്കറി, ഒരു പൊറോട്ടയും. കുറുമക്കറി, ഒരു പൊറോട്ടയും. അപ്പോൾ അത് അമ്മ കഴിക്കും. അപ്പൊ ഞാൻ പോയിട്ട് വരാം ഗൈസ്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം അല്ലേ? ഞാനല്ല കഴിക്കണ, മോളെ കഴിക്കണം. ഈശ്വര എനിക്ക് നിങ്ങളുടെ പൊറോട്ട. നീ കഴിച്ചോ. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് എത്തിയിട്ടുണ്ട്. ഇന്നും തീറ്റയാണോ നടക്കുക, ഡാൻസ് പ്രാക്ടീസ് ആണോ നടക്കുക? രണ്ടും നടക്കുന്നു. ശ്രീലക്ഷ്മി ഇവിടെ വന്ന കഴിക്കാൻ ഇന്നലത്തെ കട്ട്ലേറ്റ് കൊടുത്തയച്ചു. ഒരു പൈസ അവര് പൈസ തരും. കൊടുത്തയച്ചിട്ടില്ല, അവരെ വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ അതിൽ വരും, ഒക്കെ വരും. എന്റെ വ്ളോഗിൽ മൊത്തം വരും. ഏതാ ബേക്കറി കൂടെ ഞാൻ പറയണില്ല. കറക്റ്റ് പറഞ്ഞാൽ അപ്പൊ പിന്നെ സുഖം. അപ്പൊ നമ്മള് ഡാൻസ് പ്രാക്ടീസിന്റെ വിശേഷം കാണിക്കാം അല്ലേ? കുറച്ചൊക്കെ കാണിക്കാം, ബാക്കി സസ്പെൻസ്. ഓക്കെ, ബാക്കി നാളെ അല്ല മറ്റന്നാ. അല്ല, നാളെ പ്രാക്ടീസ് നമ്മൾ അവിടെ പോയിട്ടുണ്ടല്ലോ, അതുണ്ട്. മറ്റന്നാൾ ഫുള്ള് കാണിക്കുക. മറ്റന്നാൾ ഫുള്ള് സെറ്റ് ആക്കിയിട്ട് ബൈ. അങ്ങനെ ഇതാ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. ഞാൻ അപ്പം തന്നെ അങ്ങനെ കളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ വെള്ളാട്ട് പോക്കർ പോലെ ഉണ്ട്, ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര ലൂസായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരേപോലെ സ്റ്റെപ്പ് കളിക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് തിങ്കളാഴ്ച കളിക്കണ്ട കേട്ടോ. അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. നമ്മൾ ഒരു ബ്ലാക്ക് ടോപ്പ് സെയിം ക്വാളിറ്റി ഇട്ടിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത് മറ്റന്നാൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നോക്കി ഞങ്ങൾക്ക് വയ്യാണ്ടായി. ലാസ്റ്റ് ഈ മിററിൽ നോക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് പോകാമല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ച് പോകാൻ നിൽക്കായിരുന്നു. എന്താ കാരണം വെച്ചാൽ ഒറ്റ ടോപ്പ് ആ കടയിലേ ഇല്ല. വേറെ എത്ര കടകൾ കയറി ഇറങ്ങിയെന്ന് അറിയാം, ഒറ്റ കടയിൽ ആ ടോപ്പില്ല കേട്ടോ. അങ്ങനെ നമ്മള് കോസ്റ്റ്യൂം എനിക്ക് മൺഡേ പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനീഷേട്ടൻ തന്നെ ചെയ്തായിരുന്നത്. പനീഷേടാ കാണാമല്ലോ, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ അനീഷേട്ടൻ ആ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ സാധനം. ഞാൻ ഇതിട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടുത്തെ 2 ചുണക്കുട്ടികളാണ് ഗൈസ്, ചുണക്കുട്ടികൾ. അത് അനീഷന്റെ 2 സ്റ്റാഫാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദക്ഷിണയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ വെഡിങ് ആണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ അനീഷേട്ടനെ ബന്ധപ്പെട്ടാൽ മതി. അവരുടെ ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയച്ചാൽ അവർ റിപ്ലൈ തരും, കാര്യങ്ങൾ തരും. ഓക്കെ, ഹലോ. അങ്ങനെ എല്ലാ പർച്ചേസിങ് കഴിഞ്ഞ് ഞാൻ ഒടുവിൽ വീട്ടിലെത്തി ഗൈസ്. ഞാൻ എല്ലാം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സാധനങ്ങളൊക്കെ. അനീഷേട്ടൻ ചെയ്തെന്ന ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ? ഇതൊക്കെ ഇടും. ഇതൊക്കെയാണ് ഞാൻ മേടിച്ച സാധനങ്ങൾ. ഇതൊരു ബാഗ് മേടിച്ചു, പിന്നെ കുറച്ച് മേക്കപ്പിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടാനുള്ള പൗച്ച് മേടിച്ചു, പിന്നെ ഒരു ടോപ്പ് എടുത്തു. എന്താ സ്റ്റൈൽ കമ്മൽ നിങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കണല്ലോ. ഒരു ചെരുപ്പ് മേടിച്ചു, ആ ഡ്രസ്സിന് ഞാൻ ആ ചെരുപ്പ് മേടിച്ചു, എല്ലാം മേടിച്ചു. അമ്മ ഇഷ്ടമായൊക്കെ ഭംഗിയുണ്ട്. ഇത് ചെയ്ത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് ഇട്ട് നോക്കി ഭംഗിയുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ? ഞാൻ ഇറക്കം കുറവാ കാല് കാണും. അപ്പൊ അമ്മ പറ ഹായ് അല്ല ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അത് പറയട്ടാന്ന്. ബൈ.